മഞ്ചേശ്വരം താലൂക്കിന്റെ ഹൃദയഭാഗമായ ഹൊസങ്കടിയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് അധികൃതരുടെ അവഗണന മൂലം സ്മാരകമായി മാറുന്നു. ദേശീയപാതയോട് ചേർന്ന് സുസജ്ജമായ സ്റ്റാൻഡ് നിലവിലുണ്ടെങ്കിലും കാസർഗോഡ് മംഗളൂരു റൂട്ടിലോടുന്ന KSRTC സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുവാൻ തയ്യാറാകാത്തത് യാത്രക്കാരെ വലയിക്കുകയാണ്. ദേശീയപാതയിലെ തിരക്കേറിയ വളവുകളിലും റോഡരികിലുമാണ് ബസ്സുകൾ നിലവിൽ യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്. ഇത് കടുത്ത ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നു. ബസ് സ്റ്റാൻഡിൽ കാത്തുനിൽക്കേണ്ട യാത്രക്കാർ ബസ് കിട്ടാനായി റോഡരികിൽ തടിച്ചുകൂടേണ്ടി വരുന്നത് പ്രായമായവർക്കും സ്കൂൾ കുട്ടികൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സ്റ്റാൻഡ് ഉപയോഗിക്കാത്തതിനാൽ ഈ പ്രദേശം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. RTOയും പോലീസ് അധികാരികളും അടിയന്തരമായി ഇടപെട്ട് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന പിഴ ഈടാക്കണമെന്നുമാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നമ്മുടെ ഹൊസങ്കടിയുടെ ഒരു അവസ്ഥ വളരെ ഗുരുതരമാണ്. രണ്ട് ഭാഗത്തും കാസർഗോഡ് നിന്ന് വന്ന് നിൽക്കുന്ന ബസ് തീരെ റോങ് സൈഡായിട്ട് അവിടെ ആനക്കല്ലിൽ നിന്ന് വരുന്ന ഒരു ബ്ലോക്കിലേക്ക് നിൽക്കുന്നു. അതുപോലെ മംഗലാപുരത്ത് ഭാഗത്ത് നിന്ന് തലപ്പാടി ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ നമ്മുടെ ആ ബേക്കറിൻ്റെ മുന്നിൽ നിന്ന് മൊത്തം ബ്ലോക്കാവുന്നു. തീർച്ചയായിട്ടും പറയുന്നുണ്ടെങ്കിൽ ആ ബേക്കറിൻ്റെ മുന്നിൽ നിർത്തുന്ന സ്കൂട്ടിക്കാവട്ടെ കാറിനാവട്ടെ പോലീസ് കേസിട്ടിട്ടും പോകും. പക്ഷെ ഒരു ഹൊസങ്കടിയിൽ ഒരു സ്ഥലമില്ലാത്ത ഒരു ഹൊസങ്കടിയായിട്ട് മാറി. ഈ ഹൈവേ വന്നതിൻ്റെ ശേഷം ഹൊസങ്കടിയിൽ നിന്ന് സംസാരിക്കാനോ ഒരു പാർക്കിംഗ് ആക്കാനോ ഒരു സ്ഥലമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. അതോടൊപ്പം നമുക്കിപ്പോൾ നോക്കി ഈ തലപ്പാടി വന്ന് നിൽക്കുന്ന ബസ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നോക്കി ലോക്കൽ ബസ്സായാലും KSRTC ആയാലും വന്ന് നിൽക്കുന്നത് വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന നിലയ്ക്ക്. തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡുണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ നിർത്തിക്കോട്ടെ. ഇപ്പുറത്ത് കാസർഗോഡ് നിന്ന് വരുമ്പോഴേക്കും അങ്ങനെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡുണ്ട്. ആ ബസ് സ്റ്റാൻഡിൽ നിർത്തിക്കോട്ടെ, പ്രശ്നമില്ല. ഇതിന് നിയമപാലകന്മാർ ഇതിനൊരു ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൊസങ്കടിയിൽ ആക്സിഡൻറ്റ് ഇനിയും കൂടാൻ പോകുന്നു. ഇന്നലെ രാത്രിയും പോലും ഒരു ആക്സിഡൻ്റായി. കാരണം ആ ബസ് നിന്ന സമയത്ത് തലപ്പാടിയിൽ നിന്ന് വരുന്ന ഒരു സ്കൂട്ടി അവൻ ബസ്സിനെ ഓവർടേക്കാക്കി വന്നു. അങ്ങ് ആനക്കല്ല് റോഡിൽ നിന്ന് വരുന്ന ഒരു ജീപ്പ് പിക്കപ്പ്, ആ പിക്കപ്പിന് ഈ വണ്ടി കണ്ടില്ല, രണ്ടും ഏറ്റുമുട്ടി ആക്സിഡൻ്റായി. ഇതുപോലെയുള്ള അപകടങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിനുള്ള ഒരു നടപടി എടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. തലപ്പാടി ഭാഗത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സെല്ലാം അത് ബസ്സിൻ്റെ സ്റ്റോപ്പിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ആർക്കും ഒരു പ്രശ്നം വരുന്നില്ല. ഇത് ആ എൻഡിൽ ആ വളവിൽ തന്നെ കൊണ്ടുപോയിട്ട് ബസ്സൊക്കെ നിർത്തുന്നതുകൊണ്ട് ഈ മംഗലാപുരം ഭാഗത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന വണ്ടിക്കാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രാഫിക് ബ്ലോക്കാണ്. ഈ ആക്സിഡൻറ്റിന് വരെ സാധ്യതയുള്ള ഒരു സംഭവമായിട്ട് സാഹചര്യം അവിടെ ഉണ്ടാകും. കാരണം വെച്ചാൽ ആ സ്റ്റോപ്പിൽ തന്നെ ബസ് നിർത്തുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല സൗകര്യമാണ്. സ്റ്റോപ്പ് വിട്ട് കുറച്ചും കൂടി ഫ്രണ്ട് പോയിട്ട് നിൽക്കുന്നതുകൊണ്ട് വണ്ടിക്കാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്ന് അധികൃതർ ശ്രദ്ധിച്ച് അതിനുള്ള നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.